ഒരുപക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിലായിരിക്കാം വീക്കെൻഡ് എപ്പിസോഡുകൾ വരിക. കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ബിഗ് ബോസിനത് തെറ്റെന്ന് തോന്നാം. നമ്മൾ ഗെയിമായിട്ട് കണ്ട കാര്യം ബിഗ് ബോസ് അങ്ങനെ കാണണമെന്നില്ല. അതായത് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഒരു ഗെയിമുണ്ട്, ഓഡിയൻസിന് ഓഡിയൻസിൻ്റെതായിട്ടുള്ള ഗെയിമുണ്ട്, മത്സരാർത്ഥികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു ഗെയിമുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വീക്കിൽ നമ്മളേറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണല്ലോ നമ്മുടെ അനീഷിൻ്റെ ആ ഒരു ഗെയിമിനെ കുറിച്ച്. ബിഗ് ബോസ് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുമോ നെഗറ്റീവായിട്ട് എടുക്കുമോ, ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതായത് അനീഷിൻ്റെത് ഒരു അടിപൊളി ഗെയിമായിരുന്നു. ആ ഒരു ചലഞ്ചിങ് ടാസ്കിൽ അനീഷ് മിണ്ടാതെ നിന്നതുകൊണ്ടാണ് ശരിക്കും ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായത്. ജിസേലിനും നമ്മുടെ ആര്യനും എതിരായിട്ട് വീട് മുഴുവൻ തിരിയാൻ കാരണം ആ അനീഷിൻ്റെ സൈലൻസ് ആണ്. ചില സമയങ്ങളിൽ മൗനം എത്ര മഹത്തരമാണെന്ന് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭങ്ങളിൽ ഒന്നായിരുന്നു അത്. മൗനം കൊണ്ട് മാത്രം, വേറെ ഒന്നും ചെയ്തില്ല അവിടെ അനീഷ്, മൗനം കൊണ്ട് മാത്രം ആ വീടിനെ കലക്കി കളഞ്ഞു അല്ലേ. പക്ഷെ അവിടെ വേറൊരു വശം കൂടി അതിനകത്തുണ്ട്. ബിഗ് ബോസ് 3 തവണ പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത്, അതായത് അനീഷിന് ടാസ്ക് ചെയ്യാം, പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഈ 3 തവണയും അനീഷ് അത് കേട്ട ഭാവം നടിക്കാതെ തന്നെ നിന്നു. ഒടുവിൽ ബിഗ് ബോസ് അപ്പാനിയെ വിളിച്ചാണ് ആര്യൻ്റെ ടാസ്ക് ലെറ്റർ വായിപ്പിച്ചത്. ഇത് ബിഗ് ബോസിന് ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള അനീഷിൻ്റെ പ്രവൃത്തിയായിട്ട് തോന്നുകയാണെങ്കിൽ ലാലേട്ടനെ കൊണ്ട് അനീഷിനെ മിക്കവാറും നല്ലപോലെ ഉരുട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറിച്ച് ബിഗ് ബോസ് അതിനെ ഒരു ഗെയിമായിട്ട് തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അനീഷിന് ഇന്ന് വലിയ അഭിനന്ദനമായിരിക്കും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടുക. ഇതിന് നമുക്ക് ഈ 2 രീതിയിൽ ചിന്തിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം, ഒന്ന്, ബിഗ് ബോസിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ അനീഷ് കൺഫെഷൻ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞ് വിളിപ്പിക്കാം. അവിടെ വിളിച്ചിട്ട് ഞാൻ താങ്കളോട് പറഞ്ഞതല്ലേ, താങ്കൾക്ക് എന്തേ അത് മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വരട്ടാം, അതവിടെ കഴിഞ്ഞേനെ. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അനീഷിനെ കൺഫെഷൻ റൂമിൽ വിളിപ്പിക്കാം. ബിഗ് ബോസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം അല്ലേ. അങ്ങനെയൊക്കെ ബിഗ് ബോസിന് ചെയ്യാമായിരുന്നു. പക്ഷെ ബിഗ് ബോസ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ചിലപ്പോൾ അനീഷിന്റെ ഗെയിമിനെ സ്വീകരിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് കൊള്ളാം, ഓക്കെ. ബിഗ് ബോസ് വിചാരിച്ചതിന് അപ്പുറത്തേക്ക് കണ്ടസ്റ്റന്റ് അതിനെ ഗെയിമായിട്ട് എടുക്കുകയും അവിടെ ഒരു ഗെയിം കളിക്കുകയും ചെയ്തു എന്ന ഒരു സാധനത്തിന് ബിഗ് ബോസ് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അനീഷിന് ഉറപ്പായിട്ടും ഇന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് അഭിനന്ദനമായിരിക്കും കേൾക്കേണ്ടി വരിക. കാരണം അവിടെ ആ ടാസ്ക് ലെറ്ററിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ തന്നെ ഇപ്പോൾ മുതൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മുതൽ എന്ന് ടാസ്ക് ലെറ്റർ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ ടാസ്ക് ലെറ്റർ വായിച്ച് തീർന്ന ആ നിമിഷം മുതൽ എന്നൊരർത്ഥം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അതിന് മുമ്പ് അവിടെ കുറച്ച് ഡ്രാമയൊക്കെ കാണിച്ചല്ലോ, അതായത് ഫാമിലി വീക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് അങ്ങനെ അല്ല, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു. പലപ്പോഴും ഇത് 7ന്റെ പണിയുടെ സീസൺ അല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ടാസ്ക് ലെറ്റർ വായിച്ച് മനസ്സിലാക്കണ്ടേ നല്ലപോലെ എന്നൊക്കെ ചോദിച്ച് പല കളികളും ബിഗ് ബോസ് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷ് അങ്ങനെ ചിന്തിച്ചതിൽ ബിഗ് ബോസിന് തെറ്റ് പറയാൻ കഴിയുകയുമില്ല. അപ്പോൾ അതിനൊരു പോസിറ്റീവ് രീതിയിലാണ് ശരിക്കും ബിഗ് ബോസ് എടുത്തിട്ടുള്ളതെങ്കിൽ അനീഷ് വളരെയധികം അഭിനന്ദനം എന്ന് കേൾക്കും. ഇനി അഥവാ ബിഗ് ബോസ് അത് എടുത്തിരിക്കുന്നത് ബിഗ് ബോസിന് നേരെയുള്ള ഒരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഓവർ സ്മാർട്ട് കളിച്ചതായിട്ടോ ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അനീഷിന് ഇന്ന് ശരിക്കും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനും സാധ്യതയുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്കത് അനീഷിൻ്റെ അടിപൊളി ഗെയിമായിട്ടാണ് തോന്നിയത്. അത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് അനീഷ് കാഴ്ചവെച്ച ഒരു മികച്ച ഗെയിമായിട്ട് എനിക്ക് തോന്നി. അത് അനീഷ് അറിഞ്ഞുകൊണ്ട് ചെയ്താണെങ്കിലും അബദ്ധവശാലാണെങ്കിലും മൈൻഡ് ഗെയിം ആണെങ്കിലും അല്ലെങ്കിലും ആ പ്രവൃത്തി ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ഹൗസിലൊട്ടാകെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അനീഷ് എന്ന് പറയുന്ന ഗെയിമറിന്റെ ഗ്രാഫ് അത് ഉയർത്തിയിട്ടുണ്ട് എന്നതും 100% ഉറപ്പാണ്. കാരണം അനീഷ് അവിടെ മിണ്ടാതെ നിന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വളരെ ചങ്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ജിസേലും ആര്യനും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ നിർബന്ധിതരായി. മറ്റ് കുടുംബാംഗങ്ങൾ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി, അവർ എക്സ്പോസ്ഡ് ആയി അല്ലേ. അപ്പൊ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ഒരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം. അതിന് ഇനിയിപ്പോൾ അനീഷിന് ലാലേട്ടന്റെ വായിന്ന് കുറച്ച് കേൾക്കേണ്ടി വന്നാൽ കൂടി അത് അനീഷിന് ഗുണമേ ചെയ്യൂ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ. ആത്യന്തികമായി ഇവിടെ ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് വളരെ പ്രധാനം. ബിഗ് ബോസ് താരാട്ടുപാടി ഉറക്കിയാലും കുടിക്കാൻ പാൽപ്പായസം കൊടുത്താലും ഇനി എത്ര പുകഴ്ത്തിയാലും ഒരു കാര്യമില്ല. ബിഗ് ബോസിന്റെ പുകഴ്ത്തലുകൾക്കോ അല്ലെങ്കിൽ ലാളനകൾക്കോ ഈ ഷോയ്ക്കകത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല. അന്തിമമായിട്ട് ഓഡിയൻസ് ആണല്ലോ ആര് നിൽക്കണം പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഓഡിയൻസിന്റെ ഇഷ്ടം നേടുക എന്നതായിരിക്കണം ഒരു കണ്ടസ്റ്റന്റിന്റെ ഏറ്റവും മികച്ച ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ ലാലേട്ടൻ ഏറെ കയറ്റിയാലും താഴെ ഇറക്കിയാലും അനീഷിന് ഓഡിയൻസിന്റെ ഇടയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്നതിന് ആ പ്രവൃത്തി കാരണമായിട്ടുണ്ട്. അനീഷിന്റെ ആ പ്രവൃത്തിയെ എങ്ങനെയായിരിക്കും ലാലേട്ടൻ എടുക്കുക അല്ലെങ്കിൽ ബിഗ് ബോസ് എടുക്കുക? പോസിറ്റീവായിട്ട് എടുക്കുമോ അതോ അവർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ചലഞ്ച് നടത്തിയതായിട്ട് അവർ എടുക്കുമോ? എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് എന്നുള്ളത് ദയവായി കമന്റ് ചെയ്യൂ.